ഇരട്ട ജീവൻ ശരി ശരി നീ കേരള ഫ്രീ ഇതിന്റെ ലേറ്റാ വരുന്നത് ഫുള്ള് ഫ്രീ ബാക്കിൽ ഉൾപ്പെടും ബാക്കിൽ കൈ മറിയില്ല നിങ്ങൾ പൊക്കി അങ്ങോട്ടേക്ക്. ഈ 14 പ്രതികൾക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ ഉണ്ടായത്. അപ്പോൾ വധശിക്ഷ കോടതി വെച്ചില്ല. അതുകൊണ്ട് ജീവബന്ധനം വന്ന ഇരട്ട ജീവബന്ധനം കിട്ടണമെങ്കിൽ പിന്നെയും നമുക്കൊരു ഗുണമുണ്ടായിരുന്നു. ഇത് ജീവബന്ധനം വെച്ചാൽ ഈ പ്രതികളൊക്കെ കുറ്റം ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷ കൊടുക്കാമെന്നാണ് ഞങ്ങൾ കോടതിയോട് ബഹുമാനപ്പെട്ട കോടതിയോട് ആവർത്തിച്ചുണ്ടായത്. അത് കിട്ടിയില്ല. ഈ ജീവബന്ധനം വെച്ചാൽ ചെറിയ ശിക്ഷയായിപ്പോയി. ഇരട്ട ജീവബന്ധനം അത് വെച്ചാൽ കുറച്ച് കൂടിയതാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയോട് പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് നമ്മൾ സന്തോഷമാണ്. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 വർഷം അവർ കഴിഞ്ഞല്ലോ. 6 വർഷം കഴിഞ്ഞു. ഇനി ഒരു 6 വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ചു നാട്ടിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വീണ്ടും അവർ ഇത് ആവർത്തിക്കും. ഞങ്ങൾ തൃപ്തരല്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ്. ഇപ്പോഴും നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന മനസ്സിലാവൂ. അപ്പോൾ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നാണ്. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോട് ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൊച്ചിയിലെ CBI കോടതി ശിക്ഷ വിധിച്ച ദിവസമാണിന്ന്. ഏറെ വൈകാരികമായ കാഴ്ചകളായിരുന്നു പെരിയയിലും കൊച്ചിയിലെ CBI കോടതി പരിസരത്തും ഇന്ന് കണ്ടത്. ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്കാണ് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10ഉം 15ഉം പ്രതികൾക്ക്, അങ്ങനെ 10 പ്രതികൾക്കാണ് CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. ഇതിൽ കൂടുതലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് ഹാങ്ങിങ് മാത്രമേ ഉള്ളൂ. അത് റയറസ്റ്റ് ഓഫ് റയർ കേസിൻ്റെ പെർവ്യൂവിൽ വന്നാൽ അതിൻ്റെ ഇതിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. ഈ കേസ് റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്നുള്ളൊരു വാദം ആദ്യം മുതൽ പ്രോസിക്യൂഷൻ ഇല്ലായിരുന്നു. അത് സുപ്രീം കോടതി 2 കേസ് മച്ചി സിംഗും ബച്ചൻ സിംഗ് എന്ന് പറഞ്ഞ 2 കേസിലായിട്ട് റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്താണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പെർവ്യൂവിൽ എന്തെന്നാലും വരുന്നില്ല. അതുകൊണ്ടാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റിനേക്കാളും പിന്നെ അടുത്ത പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് തന്നെയാണ്. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടാൻ പറ്റുന്നത്. അല്ലെ, കുടുംബം പറയുന്നത് പ്രോസിക്യൂഷന് ഇതിനകത്തൊരു വീഴ്ച പറ്റി അല്ലെങ്കിൽ കൃത്യമായിട്ട് വാദങ്ങൾ ധരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ കുടുംബത്തിനുണ്ടോ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. വളരെ മനപ്രയാസപ്പെട്ടാണ് പറയുന്നത്. വധശിക്ഷ ആയില്ലല്ലോ, ഞങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത് എന്ന് പറയുന്നത്. അത് പബ്ലിക്കിന്, അതിലെ ജനങ്ങൾക്ക് അറിയത്തില്ല. അവർ വൈകാരികമായി പ്രതികരിക്കുന്നതാണ്.
നമുക്ക് വൈകാരികമായിട്ട് ഞങ്ങൾ പ്രൊഫഷണൽസാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിയമം എന്ന് പറയുന്നു, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. നിയമം പറയുന്നത് ഇത് റയറസ്റ്റ് ഓഫ് റെയർ കേസിൻ്റെ പെർവിൽ വരുന്നില്ല. കോടതിയെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട്. വധശിക്ഷ എന്നുള്ളത് എൻ്റെ കണക്കൂട്ടലില്ല. വധശിക്ഷയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ വന്നിട്ടില്ല. പ്രോസിക്യൂഷൻ അങ്ങനെ കാണുന്നില്ല. അതെ തീർച്ചയായിട്ടും വധശിക്ഷയ്ക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇതിൽ വന്നത് റയറസ്റ്റ് ഓഫ് റെയർ കേസ് ആയിട്ട് വന്നിട്ടില്ല. റയറസ്റ്റ് ഓഫ് റെയർ കേസ് ആണെങ്കിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും അപ്പീലും ആയിട്ട് പോകുമെന്ന് കോൺഗ്രസും കുടുംബവും പറയുന്നതിൽ അതിലൊരു നിയമപരമായിട്ടുള്ള സാധുത അപ്പീൽ കൊടുക്കാം. വിട്ടവർക്കെതിരെ അപ്പീൽ കൊടുക്കാം. ശിക്ഷിച്ചവർക്കെതിരെയുള്ള അപ്പീലിന് സ്കോപ്പ് കാണുന്നില്ല. പിന്നെ അപ്പീൽ കൊടുത്താൽ ഓക്കെ, പക്ഷേ അതിലൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പീലിൽ ശിക്ഷിച്ചവർക്കെതിരെ പണിഷ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഗവൺമെൻറ് റെമിഷൻ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിക്ക് ഒരു അധികാരമുണ്ട്. ഈ റെമിഷൻ, അതായത് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നത് ഈ ശിക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് പോകാനുള്ള ആ ഒരു പ്രതീക്ഷ പ്രോസിക്യൂഷനില്ല. അങ്ങനെ അപ്പീൽ പോയാൽ ഇത് ഇതിനേക്കാളും കൂടുതൽ എന്നാ പറ്റുന്നത്? ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ലേ? ലൈഫ് ഹാങ്ങിലേക്കുള്ള ഹാങ്ങിങ്ങിനുള്ളതില്ല, അതിനുള്ള വന്നിട്ടില്ല. അപ്പൊ അപ്പീൽ കൊടുക്കുന്നത് ഈ 10 പേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ ആ സാധ്യത മാത്രമാണ് നിയമപരമായിട്ട് പ്രോസിക്യൂഷൻ കാണുന്നത്. നിയമപരം അതിന് മാത്രമേ സ്കോപ്പുള്ളൂ. വിധിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വാഗതം ചെയ്തപ്പോൾ അപ്പീൽ നൽകുമെന്നാണ്, ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വിധിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നത്. വൈകാതെ നടപടിയിലേക്ക് പോകും. അവരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അങ്ങനെ എല്ലാവരെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്. നടപടികൾ നേരത്തെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. വിധിയിൽ തൃപ്തിയില്ല, അപ്പീൽ പോകും. ആദ്യം, അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികൾക്കും വധശിക്ഷ നൽകണം എന്നാണ് കുടുംബാംഗങ്ങൾ, ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു. നമുക്കറിയാം 2019 ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ ക്രൂരമായ നിഷ്ഠൂരമായ ഇരട്ട കൊലപാതകം നടന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കാസർകോട്ടെ പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. ആദ്യം പോലീസ് അന്വേഷിച്ച കേസ്, പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നു. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് ഉറപ്പു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെയും പോരാട്ടം നടത്തി കോടികൾ ചെലവഴിച്ചു. പക്ഷേ ആ കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. സുപ്രീം കോടതിയും സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളുന്നു. അതിനുശേഷമാണ് CBIക്ക് അന്വേഷണം വിടുന്നത്. CBI നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ 14 പ്രതികൾ, 10 പ്രതികളെ കൂടി CBI കൂടുതലായി കണ്ടെത്തുന്നു. അങ്ങനെ 24 പ്രതികൾക്കെതിരെ കുറ്റപത്രം 2021 അവസാനം ഡിസംബറിൽ 24 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് 2023 ആദ്യമാണ് വിചാരണ ആരംഭിക്കുന്നത്. അങ്ങനെ 20 മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 28 കൊച്ചിയിലെ CBI കോടതി വിധി പറഞ്ഞത്. 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നു. മറ്റ് 10 പ്രതികളെ വെറുതെ വിടുന്നു. അതിനുശേഷമാണ് ഇന്ന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രധാനപ്പെട്ടൊരു തെളിവാണ്, നിർണായകമായിട്ടുള്ള തെളിവാണ്. ഈ വാഹനത്തിലായിരുന്നു പ്രതികൾ ആയുധം കൊണ്ടുവന്നത്. ഈ വാഹനം കോടതിക്ക് CBI കോടതിക്ക് മുൻപാകെയുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഒന്നായിരുന്നു ഈ വാഹനം. ഇത് പിടിച്ചെടുക്കുന്നു. കാരണം ഈ വാഹനത്തിലാണ് ഈ ആയുധം കൊണ്ടുവന്നത് എന്ന് കൃത്യമായി തന്നെ പോലീസിന് CBIക്കും കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെയാണ് ഈ തെളിവായി കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നായിരുന്നു ഈ വാഹനം. കോടതിക്ക് മുൻപാകെ തന്നെ കൊച്ചിയിലെ CBI കോടതിക്ക് മുൻപാകെ തന്നെയുണ്ട്. നമുക്കിപ്പോൾ നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, കേരളത്തെ പിടിച്ചുകുലുക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം കേരളത്തെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ കൊലപാതകം, ഏറ്റവും ക്രൂരമായി നടന്ന ഒരു രാഷ്ട്രീയ വേട്ട.
അതിനുള്ള മുന്നറിയിപ്പാണ്, അതിനുള്ള താക്കീതാണ്. അതായത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കൊരു താക്കീതാണ് ഈ ഇരട്ട കൊലപാതക കേസിലെ വിധി. 14 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു, അത് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. പക്ഷെ അതിനുശേഷം ഈ പ്രോസിക്യൂഷൻ നടത്തിയ പ്രതികരണം വിധിയിൽ സ്വാഗതം ചെയ്യുന്നു, തൃപ്തിയുണ്ടെന്ന് പറയുന്നു. പക്ഷെ കുടുംബാംഗങ്ങളും കോൺഗ്രസും അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും, തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം കേസുകളിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കാണാൻ കഴിയില്ല, പക്ഷെ സമാനതകളില്ലാത്ത കേസായിരുന്നു. എന്താണ് ഈ ശിക്ഷാവിധിയുടെ ഉള്ളടക്കം, വിധിപ്പകർപ്പ് വന്നിട്ടുള്ള അതിന്റെ വിശദാംശങ്ങൾ? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗവും ഇതിലൊരു അപ്പീലുമായി പോകാനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് അഭിഭാഷകൻ പറയുന്നത് ഇതിന്റെ ഒരു കേസ് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം എന്തായാലും അപ്പീൽ നൽകും, ഈ പ്രതികളുടെ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നാണ് പ്രോസിക്യൂഷനും പറയുന്നത്. ഇപ്പോൾ നമുക്ക് വിധിപ്പകർപ്പ് ലഭ്യമായിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനം മുൻ MLA കൂടിയായിട്ടുള്ള KV കുഞ്ഞിരാമന്റെ വിധി, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ സാക്ഷിമൊഴിയാണ് ഏറ്റവും നിർണായകമായത്. ഒപ്പം ഇവരടക്കം 4 പേരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. ഇത് ഒരു മാധ്യമപ്രവർത്തകന്റെ സാക്ഷിമൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ദീപിക മാധ്യമപ്രവർത്തകൻ മാധവന്റെ മൊഴിയാണ് നിർണായകമായത്. അതായത് ഈ പ്രതിയെ രണ്ടാം പ്രതിയെ സജീനെ ഈ പോലീസ് ജീപ്പിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ടുവരികയായിരുന്നു KV കുഞ്ഞിരാമനും ഒപ്പമുണ്ടായിരുന്ന മറ്റു 4 പേരും. ഈ ഇറക്കുന്നത് ഈ മാധവനാണ്, ഈ മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാധവനാണ് ഫോട്ടോ എടുക്കുകയും പിന്നീട് ഇത് പോലീസിന് കൃത്യമായി പറയുകയും വിചാരണ വേളയിലൊക്കെ മൊഴിയൊന്നും മാറ്റാതെ കൃത്യമായി ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ KV കുഞ്ഞിരാമന്റെ എതിരായിട്ടുള്ള ഈ ഒരു കുറ്റം അത് തെളിയിക്കപ്പെടുന്നതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. മറ്റൊന്ന്, നമുക്ക് ഈ വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസായാണ് കോടതി ഈ പെരിയ കേസിനെ കാണുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ നിർണായകമായി. KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് കുരുക്ക് മുറുക്കിയത് മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ്. ഒപ്പം 10 പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞു. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ പ്രോസിക്യൂഷൻ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. CBI പിന്നീട് പ്രതികളെ ചേർക്കുന്ന സാഹചര്യമുണ്ടായി. വിചാരണയിലുടനീളം തന്നെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഉറച്ചു പറയുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഇത് തെളിയിക്കാനും കഴിഞ്ഞു. ഇതിൽ 10 പ്രതികളെ ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെയും ഒപ്പം തന്നെ ആ നടപടിക്കെതിരെ കുടുംബം അപ്പീലിന് പോകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശിക്ഷ വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ നടപടിയെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നത് വധശിക്ഷ തന്നെയാണ്. ഈ കേസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയുണ്ട്. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയ കാര്യമുണ്ട്, എങ്ങനെയാണ് ഈ ശിക്ഷ നടപ്പാക്കുകയെന്ന്. ഈ കൊലപാതക കേസിൽ കൊലപാതക കുറ്റത്തിനാണ് 1 ജീവപര്യന്തം, മറ്റൊന്ന് ഗൂഢാലോചനയ്ക്ക്. ഇത് രണ്ടും ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന് പറയുന്നു. മാത്രമല്ല, നിലവിൽ അവർ അനുഭവിച്ച ഈ ശിക്ഷാ കാലയളവ് അതുകൂടി പരിഗണിക്കും. ഇതുകൊണ്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലേ ഈ കുടുംബം പറയുന്നത് ഈ വിധിയിൽ തൃപ്തിയില്ല. ഇതെങ്ങനെ ഈ വിധി നടപ്പാക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ടോം, അത് തന്നെയാണ് കുടുംബം പറയുന്നത്. അതായത് ഇരട്ട ജീവപര്യന്തമാണെന്ന് പറയുമെങ്കിൽ പോലും 2 പ്രധാനപ്പെട്ട, ഒന്ന് കൊലക്കുറ്റം തെളിഞ്ഞു, മറ്റൊന്ന് ഗൂഢാലോചന. കൊലക്കുറ്റത്തിൽ ജീവപര്യന്തം, ഗൂഢാലോചനയിൽ ജീവപര്യന്തം, അങ്ങനെയാണ് ഇരട്ട ജീവപര്യന്തം. പക്ഷെ അത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാവും. നമുക്കറിയാം, ഒരു മനുഷ്യന് ഒരു ജീവനേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. അതായത് ഈ കോടതിയിൽ തന്നെ ഇരട്ട ജീവപര്യന്തം എന്നുള്ള ഒരു രീതിയെ എടുത്തു മാറ്റി എന്നൊക്കെ പരാമർശം വരുന്നുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഒരുമിച്ച് ഈ ശിക്ഷ അനുഭവിച്ചാൽ മതി. അതിലും ഇപ്പോൾ ഈ വർഷം 6 വർഷമായി ജയിലിൽ കഴിയുന്നവരുണ്ട്. അതും കൂടി കുറച്ചതിന് ശേഷമായിരിക്കും. അതിനിടയ്ക്ക് തന്നെ ഇവർക്ക് പരോൾ ലഭിക്കാം. സർക്കാരിന്റേതാണ് ആ ഒരു തീരുമാനം. സർക്കാർ പരോൾ നൽകിയെന്ന് വരാം. ആ ഒരു ഘട്ടത്തിലാണ് കുടുംബം പറയുന്നത് വധശിക്ഷ തന്നെ വേണം, ഈ ഇരട്ട ജീവപര്യന്തം. അല്ലെങ്കിൽ നമുക്കറിയാം, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടീസുനിക്ക് പരോൾ നൽകിയ നടപടി, ഇതുപോലെ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാനത്തുള്ളതെങ്കിൽ സാധാരണഗതിയിൽ പരോൾ നൽകാറുണ്ട്. അതല്ലെങ്കിൽ ഈ വിധിയിൽ ഇളവ് ശിക്ഷയിൽ ഇളവ് നൽകാറുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപും ഈ കേരളത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഈ കുടുംബവും കോൺഗ്രസും അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഈ ശിക്ഷയിൽ ഇത് ഇരട്ട ജീവപര്യന്തമാണ്, അതിൽ 1 ജീവപര്യന്തം മാത്രം, അതായത് രണ്ടും ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ ഒരു
ഈ വിധിയിലൊരു ആശങ്ക നിലനിൽക്കുന്നില്ല? എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്ക പ്രകടിപ്പിച്ചു കൂടി ഉണ്ടല്ലോ. തീർച്ചയായും ടോം, ആ ഒരു ആദ്യം ഇരട്ട ജീവപര്യന്തം എന്ന് കോടതി പറഞ്ഞു എങ്കിൽ പോലും വിധിപ്പകർപ്പ് വരുന്ന സമയത്താണ് നമുക്ക് ഇത് എന്താണ് ഇരട്ട ജീവപര്യന്തം, അതെങ്ങനെയാണ് ഇവർ അനുഭവിക്കേണ്ടത്, ഇത്തരത്തിലുള്ളത് കൂടുതൽ വ്യക്തത വരുന്നുള്ളൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട് 1 മുതൽ 8 വരെയുള്ള പ്രതികളും അതോടൊപ്പം തന്നെ മറ്റ് 2 പ്രതികളും ഇവര് 10 പേർ ഇരട്ട ജീവപര്യന്തം. പക്ഷെ അവർ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി, അതിൽ ഇത്രയും നാളും അവർ കിടന്ന അതും കൂടി ഒഴിവാക്കപ്പെടും. പിന്നീട് പരോൾ ലഭിക്കുകയാണെങ്കിൽ അക്കാര്യത്തിലും ഇളവ് ലഭിക്കും. അതുകൊണ്ടാണ് കുടുംബം പറയുന്നത് വധശിക്ഷ തന്നെ നൽകണം. ഈ ശിക്ഷയിൽ, ഈ ശിക്ഷാവിധിയിൽ അവർക്ക് ഒട്ടും തൃപ്തരല്ല. അവർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ഇനിയിപ്പോൾ മേൽക്കോടതിയെ ആ ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കും. എന്തായാലും പ്രോസിക്യൂഷൻ പ്രതിഭാഗം അപ്പീൽ നൽകും. ആ സമയത്ത് ഹൈക്കോടതിക്ക് ചിലപ്പോൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ശിക്ഷ തന്നെ ഇളവ് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ വെട്ടിക്കുറയ്ക്കാം, ജീവപര്യന്തം എന്നുള്ളത് കുറച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി തന്നെയാണ് കുടുംബം പറയുന്നത്. അപ്പീലുമായി അവരും പോകും. ഇതിലൊരു കൃത്യമായിട്ട് ഈ ഇരട്ട ജീവപര്യന്തം അല്ല, അവർക്ക് വധശിക്ഷ തന്നെ നൽകണം, എന്നാലേ ഞങ്ങൾക്ക് കുടുംബത്തിനും ഒപ്പം ഇവരുടെ ആത്മാക്കൾക്കും ശാന്തി കിട്ടൂ എന്നുള്ളൊരു കാര്യം കൂടി കുടുംബം പറയുന്നത്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും ന്യൂസ് 8നോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞ കാര്യം ഇതാണ്. കുടുംബം അത്തരം വൈകാരികമായിട്ടുള്ള പ്രതികരണം നടത്തും. പക്ഷേ ഈ കേസിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാൻ കഴിയാത്തൊരു കേസാണ്. അതുകൊണ്ട് കിട്ടിയിരിക്കുന്നത്, നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പരമാവധി ശിക്ഷ തന്നെയാണ്. അതാണ് ഇരട്ട ജീവപര്യന്തം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി വലിയൊരു തിരിച്ചടി കിട്ടിയ ഒരു കേസാണ്. നമുക്കറിയാം ഇതുപോലെ ഈ ഒരു കൊലപാതകത്തിൽ, ഇരട്ട കൊലപാതകത്തിൽ CPM നേതാക്കളുടെ പങ്ക് വളരെ വ്യക്തമായിരുന്നു. 10 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയെങ്കിൽ പോലും നിലവിൽ ശിക്ഷിക്കപ്പെട്ട 14 പ്രതികളിൽ 6 പേർ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ CPM ഇതിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ സഹായിക്കാൻ വേണ്ടി പല ഇടപെടൽ നടത്തി, കോടികൾ ചെലവഴിച്ച് 1 കോടിയിലധികം രൂപ സുപ്രീം കോടതി വരെയും CBI അന്വേഷണം അനുവദിക്കാതിരിക്കാൻ വേണ്ടി, CBI അന്വേഷണം ആവശ്യം തള്ളാൻ വേണ്ടി പല രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയതാണ് സംസ്ഥാന സർക്കാർ. അതിനുവേണ്ടി ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ചതാണ്. ആ പണം തിരികെ ഖജനാവിൽ തന്നെ സർക്കാർ നൽകണം എന്ന ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. CPM-ന് രാഷ്ട്രീയപരമായി നേരിട്ട ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് പെരിയ കേസിലെ കോടതി വിധിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിധിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ എതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിധിയാണ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട നിമിഷം. ഈ വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് അവർ കൊലപാതകികളാണെന്ന്. ആ കൊലപാതകർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുക തിരിച്ചടക്കാൻ തയ്യാറാകണം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിരിക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് ബാക്കിയുള്ള അപ്പീൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും പാർട്ടി എല്ലാ സഹായവും ചെയ്യും, എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും. കുടുംബത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തീരുമാനം തീർച്ചയായും ഞങ്ങൾ പാർട്ടി എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പ്രതികളെ, ശിക്ഷാവിധിക്ക് ശേഷം പ്രതികളെ കോടതിയിൽ നിന്നും പുറത്തിറക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ്. അത് കോടതി പറഞ്ഞതല്ലേ ശരി? അല്ല, അത് കോടതി പറഞ്ഞതാണല്ലോ ശരി. അതിനെക്കുറിച്ച് മറിച്ചൊന്നും നമുക്ക് പറയാനില്ല. നമ്മൾ പറഞ്ഞ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരതിന്റെ പേരിലാണ്, അതുകൊണ്ട് ഒരു മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട അവരെ പാർട്ടി തള്ളി പറയുന്നില്ല, അവർക്ക് പിന്തുണ തന്നെയാണ് ഈ പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെടുന്നത് വന്നതിന്റെ പേരിലും. അതുകൊള്ളാം. അവരെ സംബന്ധിച്ച് കോടതി ഇനിയും കോടതി ഉണ്ടല്ലോ.
അപ്പോൾ ആ കോടതികളെല്ലാം നിശ്ചയിക്കട്ടെ, അതുവരത്തേക്ക് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് എന്നാണ് നമ്മുടെ കോടതി പറഞ്ഞേണ്ടത്. അത് പാർട്ടി വിശ്വാസമല്ല പ്രശ്നം. ഇന്ത്യൻ പീനൽ കോഡും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയാണെന്നുള്ളത് അവരത് കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഞാൻ കോടതി വരേണ്ട ആവശ്യമില്ല. കുപ്പായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണല്ലോ. അത് അവിടുത്തെ പാർട്ടി നിശ്ചയിക്കും. സ്വാഭാവികമായിട്ടും പ്രതികൾ അപ്പീൽ കൊടുക്കുമല്ലോ. പാർട്ടിയുടെ പിന്തുണ അപ്പോൾ ഇവർക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അല്ല, അത് പിന്നെ സംശയിക്കാൻ പാർട്ടിയിലുള്ള ആൾക്കാരില്ല, നേതാക്കന്മാരില്ല വരില്ല. അതിൽ നമ്മൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് അവർ കാണുന്നു. അക്രമ രാഷ്ട്രീയത്തെ CPM തള്ളി പറയുന്നു. അതിന് നമുക്ക് വേറെ പ്രസംഗം നടത്താം. ഇപ്പോൾ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ഈ പാർട്ടി ഈ പ്രതികൾക്കൊപ്പമാണ്, കാരണം ഒരു CPMന്റെ നേതാക്കളാണ്, CPMന്റെ പ്രതിനിധികളാണ്, അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, CPM ഈ അക്രമ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുകയാണോ എന്ന രീതി ചോദിച്ചപ്പോൾ അത് പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമുക്കറിയാം, അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ CBI കോടതിയിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരും. CPMന്റെ കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധികളും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളും എറണാകുളം ജില്ലയിലെ CPM നേതാക്കളും ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് കോടതിയിൽ നിന്നും പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ അവരെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കോടതിയെ, മേൽക്കോടതിയെ സമീപിക്കും. ഇതിനെതിരെ, ഈ വിധിക്കെതിരെ അപ്പീൽ നൽകും. CBI കോടതി ഇത് അന്തിമ വിധി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ അപ്പീൽ നൽകും. ഇതിന് പങ്കില്ല, പാർട്ടിക്ക് പങ്കില്ല എന്ന് തന്നെയാണ് CPM നേതാക്കളുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉദുമയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, കാസർഗോഡ് നിന്നുള്ള CPMന്റെ പ്രതിനിധികളടക്കം ഇവിടെ സ്ഥലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ ഈ പ്രതികളെ കോടതിയിൽ നിന്നും പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവമി, ഇപ്പോൾ CPM നേതാക്കൾ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്, മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് CPMന്റെ തന്നെ നേതാക്കളാണ്, ഞങ്ങൾ അവരെ തള്ളി പറയുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഇവരെ, ഈ പ്രതികളെ എവിടേക്കാണ് ഇനി കൊണ്ടുപോകുന്നത്? മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ടോം, ഇവരുടെ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ആശ്ചര്യമൊന്നും തോന്നേണ്ടതില്ല. കാരണം ഇത് CBI അന്വേഷണത്തിന് എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വരെ പോയതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. ആ ഒരു ഘട്ടത്തിൽ അപ്പോഴും ഇവർ ഈ ഇരകൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ ശിക്ഷ, ഇവർ കുറ്റക്കാരാണെന്ന് ശിക്ഷ പറയുന്ന സമയത്ത് പോലും ഈ MP ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായ പ്രതികരണമൊക്കെ നമ്മളെ അതിശയിപ്പിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ്. എന്തായാലും ഇതിൽ ഇപ്പോൾ ഈ നേതാക്കന്മാരുടെ പ്രതികരണം അതെന്തായാലും അപ്പീൽ പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിഭാഗവും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതേസമയം തന്നെയാണ് മരിച്ച കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബവും അപ്പീൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് വധശിക്ഷ എന്ന് തന്നെ, വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ അവർ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ കൂടിയും അവർക്ക് വലിയ രീതിയിലുള്ളൊരു നിരാശയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയോടൊക്കെ ആലോചിച്ച ശേഷം, കോൺഗ്രസിനോടൊക്കെ ആലോചിച്ച ശേഷം അവർ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു പറയുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ 10 പ്രതികളെയും പുറത്തേക്ക് ഇറക്കും. അവരെ ഇപ്പോൾ കണ്ണൂരിലേക്കാണ്, നേരെ കണ്ണൂരിലേക്ക് 14 പ്രതികളെയും കണ്ണൂരിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് 14 പേരും ഇനി ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഈ KV കുഞ്ഞിരാമൻ ജാമ്യത്തിലായിരുന്നു. ജാമ്യം കിട്ടി നിൽക്കുമ്പോഴാണ് ഈ വിചാരണയും അതിന് പിന്നാലെ ഇപ്പോൾ ശിക്ഷാവിധിയും പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. KV കുഞ്ഞിരാമനും ജയിലിൽ പോകേണ്ട അവസ്ഥയാണ്. KV കുഞ്ഞിരാമൻ അടക്കം 4 CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ജയിലിലേക്കും, കണ്ണൂരിലെ ജയിലിലേക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഈ കേസിലുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ്, ഷുഹൈബ് വധക്കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലും CPM നേതാക്കളുടെ പങ്കായിരുന്നു നേരത്തെ പുറത്തു വന്നത്. അതിനെ പാർട്ടിക്ക് ന്യായീകരിക്കാൻ കഴിയുമെങ്കിൽ പോലും രാഷ്ട്രീയപരമായി ഇതിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായതുകൂടിയാണ് ഈ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ. കാരണം കേരളത്തിലെ 19 സീറ്റിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് കോൺഗ്രസ് ഈ കാസർഗോഡ്, കണ്ണൂർ, വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. മാത്രമല്ല, ഡീൻ കുര്യാക്കോസ് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇത് രാഷ്ട്രീയ പ്രചാരണമായി ഏറ്റെടുക്കുകയും CPMനെതിരെ വലിയ രീതിയിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായി. കാരണം പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരമൊരു രാഷ്ട്രീയ കൊലപാതകം. കാരണം കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വന്നൊരു സാഹചര്യത്തിൽ തൊട്ട് സമീപത്തുള്ള കാസർഗോഡ് ജില്ലയിൽ
ഇരട്ട കൊലപാതകം നടക്കുന്നു. അതും 2 ചെറുപ്പക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കളെ, പ്രവർത്തകരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മാത്രമല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം കൂടി ശ്രദ്ധേയമായിരുന്നു. കോടതി എന്തുകൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കാതിരുന്നത്, ഇതിന് വധശിക്ഷ തന്നെ നൽകേണ്ടിയിരുന്നതായിരുന്നു എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ, അതായത് കുടുംബത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെയും പ്രതികരണം ഇങ്ങനെയായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ എറണാകുളം DCC ഓഫീസിലെത്തും. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളും DCC ഓഫീസിലുണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇനി മേൽക്കോടതിയെ സമീപിക്കണോ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്പീൽ നൽകണോ? കാരണം 10 പ്രതികളെ വെറുതെ വിട്ടൊരു സാഹചര്യമുണ്ട്. അതിനെതിരെ അപ്പീൽ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കേസിൽ ഇന്ന് CBI കോടതി വിധി പറഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ അപ്പീൽ നൽകണമോ കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനം ഏറെ നിർണായകമാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്ത തടവ്. മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ. ഏറെ നിർണായകമായിട്ടുള്ള CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി വലിയൊരു തിരിച്ചടി നേരിട്ട ദിവസമാണിത്. CBI കേസിൽ വിധി പറഞ്ഞ CBI കോടതിക്ക്, കൊച്ചിയിലെ CBI കോടതിക്ക് മുൻപാകെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൊച്ചി എറണാകുളം DCC ഓഫീസിൽ നിന്ന് ഡാനി പോൾ കൂടി ചേർന്നുണ്ട്. ഡാനി, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഈ കേസിലേറെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്തുകൊണ്ട് വധശിക്ഷ നൽകിക്കൂടാ, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി എന്തുകൊണ്ട് കോടതി ഇത് പരിഗണിച്ചില്ല? അത്തരം വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അപ്പീൽ നൽകുന്ന കാര്യത്തിലൊക്കെ ഉടൻ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമുണ്ടാകുമോ ഡാനി? ടോം, ഇതിൽ വൈകാതെ അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് എത്തിയേക്കും. ഒരുപക്ഷെ ഇന്ന് അവരുടെ അഭിഭാഷകരുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയ ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് പോകുക. അതിനു മുൻപുള്ള ഒരു വൈകാരിക പ്രകടനങ്ങളെക്കാൾ കൂടുതലായിട്ട്, അത്തരമൊരു പ്രതികരണങ്ങളെക്കാൾ കൂടുതലായിട്ട് അത് എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് അവർ കൂട്ടായി ആലോചിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആലോചിച്ചുള്ളൊരു പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു. പരമാവധി ശിക്ഷ, വധശിക്ഷ ലഭിക്കും പ്രധാന പ്രതികൾക്കെല്ലാം എന്ന് തന്നെയായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇവർക്കാണ് 10 പ്രതികൾക്ക് ശിക്ഷയും ജീവപര്യന്തം ശിക്ഷയും, മറ്റു പ്രതികൾക്ക് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികൾക്ക് 5 വർഷത്തെ തടവ് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് അവർക്കെങ്കിലും കൂടുതൽ ശിക്ഷ, അവർക്ക് കൂടി കൂടുതൽ ശിക്ഷ ഉറപ്പാക്കേണ്ടതായിരുന്നു എന്നതടക്കം കോൺഗ്രസ് നേതാക്കൾ പൊതുവെ പറയുന്നുമുണ്ട്. നമ്മൾ എറണാകുളം DCC ഓഫീസിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ശരത്ലാലിനും കൃപേഷിന്റെയും എല്ലാം തന്നെ കുടുംബാംഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം രമേശ് ചെന്നിത്തലയും ഇവിടേക്ക് വരികയും ചെയ്യും. അവരുടെ കൂടി ഒരു പ്രതികരണങ്ങൾ വൈകാതെ ഉണ്ടാവും. നമുക്കൊപ്പം KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ കൂടി ചേരുന്നു. പരമാവധി ശിക്ഷ ഉറപ്പ് നൽകണം എന്ന് തന്നെയാണ് കുടുംബം ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇനി മുന്നോട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിൻ്റെ ഒരു തുടർ വഴികൾ തന്നെ ഉണ്ടാകുന്നു? തീർച്ചയായും ഇതിൻ്റെ മുഖ്യ സൂത്രധാരകനായ മുൻ MLA കുഞ്ഞിരാമന് കൊടുത്തിരിക്കുന്ന ശിക്ഷ വളരെ കുറവാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കോടതിയുടെ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷയായിരിക്കാം കൊടുത്തത്. പക്ഷേ അദ്ദേഹമാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ. ദീർഘകാലം ഒരു ജനപ്രതിനിധിയായിരുന്ന മുൻ MLA ആയിരുന്ന ഒരാൾ ഈ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത് കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ ശിക്ഷ കൊടുത്തിരിക്കുന്നത്. ഇതൊരു മാതൃകയാക്കാവുന്ന ഒന്നാണ്. കാരണം ഇദ്ദേഹത്തിനോട് ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ നാളുകളിൽ CPM-ൻ്റെ ഉന്നതരായ നേതാക്കൾ മുൻകൈയെടുത്ത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ചെയ്യുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയുമായിരുന്നു. ഇപ്പം കുഞ്ഞിരാമനും ഈ സഹപ്രവർത്തകർക്കുമെല്ലാം ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമായിരിക്കും. കാരണം ഗവൺമെൻറ് അവരുടെ കൈവശമായതുകൊണ്ടും ജയിലിൻ്റെ നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റെ കയ്യിലായതുകൊണ്ടും ഇവരൊരു സുഖവാസത്തിന് പോകുന്നത് പോലെയാണ് ഇന്നവിടെ പ്രതികൾ
പലരെയും ആക്ഷൻ കാണിക്കുന്നതും ആംഗ്യം കാണിക്കുന്നതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് DCCയിൽ വരുന്നുണ്ട്, ഈ രക്തസാക്ഷിയുടെ കുടുംബം വരുന്നുണ്ട്. അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അവരെല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും ഇന്ന് കോടതി വളപ്പിൽ വെച്ച് തന്നെ പറഞ്ഞു, വെറുതെ വിട്ട പ്രതികൾക്ക് വേണ്ടി അപ്പീൽ വീണ്ടും അവർക്ക് പ്രതികളാക്കാൻ വേണ്ടി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. അവരെന്ത് തീരുമാനമെടുക്കുന്നോ അവർക്ക് വേണ്ട നിയമസഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന അവസാനം വരെ, സുപ്രീം കോടതി വരെ അവർ പോകണമെന്ന് പറഞ്ഞാലും അവിടം വരെ പോയി അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു നിലപാടായിരിക്കും പാർട്ടി സംവിധാനം സ്വീകരിക്കുക. അതാണ് ഇത്രയും നാൾ സ്വീകരിച്ചിട്ടുള്ളതും. കാരണം ഈ കേസിൻ്റെ നടത്തിപ്പിൽ കുടുംബത്തെ കോൺഗ്രസ് പ്രസ്ഥാനം ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അത് തന്നെ തുടരുക തന്നെ ചെയ്യും. സത്യത്തിൽ ഇന്ന് രാവിലെ കോടതി വളപ്പിൽ വെച്ച് രക്തസാക്ഷിയുടെ പിതാവ് പറഞ്ഞത് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ വിധി വന്നപ്പോൾ ഇരട്ട ജീവപര്യന്തമായിപ്പോയി. അപ്പോൾ ഇരട്ട ജീവപര്യന്തം കുറഞ്ഞ ശിക്ഷ അല്ല എന്നറിയാമെങ്കിൽ പോലും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്നവൻ തൂക്കുമരത്തിന് വിധേയനാകുമെന്ന് തോന്നിയാൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്നവർ കുറേയൊക്കെ, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറേയൊക്കെ പിന്നിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ടോം, പരമാവധി ശിക്ഷ അത് ഉറപ്പ് വരുത്തുക എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം അത്തരമൊരു രീതി കൊണ്ട് മാത്രമേ ഇതുപോലുള്ളൊരു അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് CPM പിന്തിരികയുള്ളൂ എന്നതടക്കം അവർ പറയുകയും ചെയ്യും. നമ്മൾ എറണാകുളം DCC ഓഫീസിലാണ് നിലവിലുള്ളത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇതാ CPMനെ എത്ര കണ്ട് ഒരു രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടിയായിട്ട് കാണുവാനായിട്ട് സാധിക്കും? എത്ര കണ്ട് പ്രതിരോധത്തിലായിട്ട്? അല്ല, CPM ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടികളും CPM കൈക്കൊണ്ടു, സർക്കാർ കൈക്കൊണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തെ എതിർത്ത് സർക്കാർ സുപ്രീം കോടതി വരെ പോയത്. സുപ്രീം കോടതിയിൽ പ്രമുഖരായ അഭിഭാഷകരെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കി ഈ കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളോ ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ പ്രതികളെല്ലാവരും രക്ഷപ്പെടുമായിരുന്നു. ഒരുപക്ഷെ CBIയുടെ അന്വേഷണം വന്നതുകൊണ്ടാണ് ഈ പ്രതികൾ ഇപ്പോഴെങ്കിലും ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ടായത്. അതുമാത്രമല്ല, ഈ കൊലപാതകത്തിന് ശേഷമുണ്ടായ എല്ലാ അന്വേഷണങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഇടപെടലുണ്ടായി എന്നുള്ളതായിരുന്നു ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഓരോ പ്രതികളെയും സംരക്ഷിക്കാനും അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും ആ പ്രതികളാക്കപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും ഇപ്പോഴും പാർട്ടി അത് തുടരുകയാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള സമീപനം. മറുഭാഗത്ത് പാർട്ടി ഈ ഏത് തരത്തിലുള്ള അക്രമം നടത്തിയാലും പാർട്ടി സംരക്ഷണത്തിനുണ്ട്. അതിന് നിയമപരമായി നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംരക്ഷണവും. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്, ഇനി ജയിലിലാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജയിലിൽ എല്ലാ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതല്ലേ, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട കൊടിസുനി അടക്കമുള്ള മുഹമ്മദ് ഷാഫി അടക്കമുള്ള ആളുകൾക്ക് ഈ പാർട്ടി കണ്ണൂരിലെ CPMഉം സംസ്ഥാനത്തെ CPMഉം സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് പരോൾ അനുവദിക്കുന്നു. അവരുടെ വീടുകളിൽ, അവരുടെ കല്യാണങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പാലുകാച്ചൽ ചടങ്ങിൽ ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരും പോയി പങ്കെടുക്കുകയാണ്. അത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടത് ആരോടാണ്? TP ചന്ദ്രശേഖരൻ്റെ കുടുംബത്തോടാണ്, അരിയിൽ ഷുക്കൂറിൻ്റെ കുടുംബത്തോടാണ്, ഷുഹൈബിൻ്റെ കുടുംബത്തോടാണ്, കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബത്തോടാണ് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടത്. മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം CPM സ്വീകരിക്കുന്നത് കൊലയാളികളുടെ കുടുംബത്തോടാണ് എന്ന് പറഞ്ഞാൽ CPM ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കൊലപാതകങ്ങളാണ് ഇതെല്ലാമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പിന്തുണ കൂടി ഈ കൊലപാതകത്തിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിനുള്ള ഒരു വലിയ തിരിച്ചടി കൂടിയാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ അംഗീകാരങ്ങൾ ആരെങ്കിലും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അംഗീകാരങ്ങളല്ല.
അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അംഗീകാരങ്ങളല്ല. ഇതൊരു സർക്കാരിനുള്ള തിരിച്ചടിയും CPM-ന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. CPM നന്നാവുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നലെയും കൊടിസുനിക്ക് പരോള് കൊടുത്ത് കൊടിസുനിയെ അവരുടെ മനുഷ്യത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ പോലും വലിയ തോതിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ഇവരെന്നും കൊലയാളികൾക്കൊപ്പമാണ്. അവർ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൊടപിടിക്കുന്ന സമീപനമാണ് CPM-നുള്ളതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം, ഞങ്ങൾ പൊതുസമൂഹത്തോടാണ് പറയുന്നത്, ഇവരെ പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അക്രമകാരികളെയും കൊലപാതകളെയും കൊട്ടേഷൻ സംഘത്തെയും എല്ലാം ഉപയോഗപ്പെടുത്തി എതിർ രാഷ്ട്രീയ ചേരികളിൽപ്പെട്ട ആരുമായിക്കൊള്ളട്ടെ അവരെ എല്ലാം ഇല്ലാതാക്കുന്ന, ആ കുടുംബങ്ങളെ ഇല്ലാതാക്കുന്ന ഈ സമീപനം സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് പൊതുസമൂഹം ഇതിനകത്തൊരു വലിയ പ്രതിരോധം ഉയർത്തണമെന്നുള്ളതാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛനമ്മമാരെ നമുക്കറിയാം. അവർ ഏറ്റവും പാവപ്പെട്ടവരാണ്, നിർധനരായിട്ടുള്ള കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ അത്താണിയായിരുന്നു ഈ രണ്ട് ചെറുപ്പക്കാർ. അപ്പോൾ മനുഷ്യത്വപരമായി അവരെ സഹായിക്കാനുള്ള സമീപനം CPM-ഓ സർക്കാരോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മറിച്ച് കൊലയാളികളെ സംരക്ഷിക്കാനുള്ള സമീപനം സ്വീകരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് CPM ഒന്നും അക്രമത്തിന്റെ പാതയിലായിരിക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ കോടതിയും അതുപോലെ നിയമ സംവിധാനവുമാണ് ഈ നിയമവാഴ്ചയുള്ള ഈ നാട്ടിൽ ജനങ്ങൾക്കുള്ള ഏറ്റവും അവസാനത്തെ അത്താണി എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇന്ന് പെരിയയിലെ ഈ ഇരട്ട കൊലപാതകത്തിലുണ്ടായ വിധിയിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിരോധം കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്ത് നിന്നുണ്ടാകും. ഇത് തന്നെയാണ് പൊതുവിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതികരണവുമെല്ലാം ഇത് തന്നെയാണ്. കാരണം CPM-ന് ഏറ്റ വലിയ തിരിച്ചടി തന്നെയാണ് ഇത് എന്ന് തന്നെയുള്ളൊരു സൂചനകൾ തന്നെയാണ് അവർ എല്ലാവരും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം ഇതിന് CPM തീർച്ചയായും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം പോലെ തന്നെ CPM-ന് ഏറ്റ കനത്ത തിരിച്ചടി. കാരണം CPM-ന് ഇതിന് മറുപടി പറയേണ്ടി വരും. CPM-ന്റെ പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 6 നേതാക്കൾ ഉൾപ്പെടെ 14 പ്രവർത്തകർക്കെതിരെയാണ് 14 പ്രതികൾക്കെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. അതിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ, മറ്റ് 4 പേർക്ക് അതായത് ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മറ്റ് 4 പേർക്ക് 5 വർഷവുമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. KV ബൈജു കാസർഗോഡ് നിന്ന് കല്യാട്ട് നിന്ന് ചേരുന്നുണ്ട്. ബൈജു, ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അവിടെ നിന്നും ഈ സ്മൃതി മണ്ഡപത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ബന്ധുക്കളും കോൺഗ്രസ് പ്രവർത്തകരും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും ഈ വിധി കേട്ടത്. അത്തരം വളരെ വൈകാരികമായിട്ടുള്ള കാഴ്ച. എന്തായിരുന്നു ഈ വിധി വന്ന ശേഷം ബന്ധുക്കളുടെയും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതികരണം? ബൈജു, ടോമെ, രാവിലെ മുതൽ തന്നെ ഈ കുടുംബാംഗങ്ങൾ ഈ സ്മൃതി മണ്ഡപത്തിലെത്തിയിരുന്നു. വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ വിധി വന്നതിന് ശേഷം ഈ സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത്. കൃപേഷിന്റെ അമ്മ ബാലാമണി അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇവരുടെ ബന്ധുക്കൾ, ശരത്ലാലിന്റെയും അതുപോലെ തന്നെ ബന്ധുക്കൾ ആ സ്മൃതി കുടീരത്തിൽ ആ മൃതദേഹം കിടക്കുന്ന ആ ഭാഗത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന, അലമുറയിടുന്ന ഒരു കാഴ്ചയായിരുന്നു. അത്തരത്തിൽ വളരെ വൈകാരികമായ രംഗങ്ങൾ തന്നെയായിരുന്നു പെരിയയിലുണ്ടായിരുന്നത്. നമുക്കറിയാം 6 വർഷത്തോളം എടുക്കുന്നു ഒരു നീണ്ട നിയമ പോരാട്ടം. അതിനിടയിൽ വലിയ തോതിലുള്ള പല പ്രതിസന്ധികളും, ഇതിനെല്ലാം ഒടുവിൽ വരുന്നൊരു വിധിയാണ്. ആ വിധിയിൽ ഇത്തരത്തിൽ ഈ 14 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ നമ്മൾ അന്ന് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിധി കൂടി വന്നപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തകരും ഒപ്പം കരയുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ മുദ്രാവാക്യം വിളികളും കൃപേഷിനെയും ശരത്ലാലിനെയും അവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന വിളികളും, അത്തരത്തിൽ വൈകാരികമായ രംഗം തന്നെയായിരുന്നു ഇവിടെ നിന്നും സ്മൃതി മണ്ഡപത്തിൽ നിന്നും കാണാൻ സാധിച്ചത്. എന്തായാലും ഈ വിധി തൃപ്തികരമാണെന്ന് പറയുമ്പോഴും ഇതിൽ 10 പേരെ കുറ്റക്കാരല്ല എന്ന് കണ്ട് വെറുതെ വിട്ടിരുന്നു. അത് അവരും ഈ കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ്, അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ്. അവരെ വീണ്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അപ്പീലുമായി പോകാൻ തന്നെയാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP രാവിലെ തന്നെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയിരുന്നു. അതോടൊപ്പം കൃപേഷിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃപേഷിന്റെ അമ്മ ബാലാമണി, അതോടൊപ്പം ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ, ഇത്തരത്തിൽ കുടുംബം ആ ഒരു സ്മൃതി മണ്ഡപത്തിൽ വലിയ കാത്തിരിപ്പായിരുന്നു. 11 മണിക്ക് 11:15 കൂടി വിധി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരു കാത്തിരിപ്പിൽ 12:15 വിധി
വരും എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. പിന്നീട് ആ ഒരു സമയം വരെ ആ വലിയ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ ഇരട്ട ജീവപര്യന്തം എന്ന ആ ശിക്ഷ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. കാരണം KB കുഞ്ഞിരാമൻ നിലവിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റാണ്. അതോടൊപ്പം ഇതിൽ ഇപ്പോൾ 5 വർഷം ശിക്ഷിക്കപ്പെട്ട K മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടും. അതോടൊപ്പം ഈ 5 വർഷം ശിക്ഷ എന്നത് ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ. അത്തരത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധത്തിലായിരിക്കുന്നു. നമുക്കറിയാം, ഈ കുറ്റക്കാരാണെന്ന വിധി വന്നപ്പോൾ തന്നെ വലിയ തോതിൽ സൈബർ ആക്രമണമൊക്കെ ഈ കുടുംബങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു. അതായത് പീതാംബരൻ തെറ്റുകാരനല്ല എന്നും ശരത്ലാലിനെയും കൃപേഷിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ സൈബർ ആക്രമണം ഉണ്ടായത്. ഇതിൽ ഇപ്പോൾ കുടുംബം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസാകട്ടെ ഇത് കലക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. അതിലൊരു നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞത്. അത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു പ്രയാസം നേരിടുന്ന സമയത്ത് വന്ന ഒരു വിധിയാണ്. ആ വിധി ഇവർ സ്വാഗതം ചെയ്യുന്നു. വിധി തൃപ്തികരമാണെന്ന് പറയുന്നു. പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും ഇത്തരത്തിൽ ഇരട്ട ജീവപര്യന്തവും മറ്റ് നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ CBI അന്വേഷണം വന്നതിന് ശേഷം പ്രതിചേർക്കപ്പെട്ട ഈ നേതാക്കൾക്കെതിരെ 5 വർഷം തടവിന് ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമാണ്. അപ്പോഴും അവർ ആ നിയമ പോരാട്ടം വീണ്ടും തുടരുന്നു. അത് നിയമ പോരാട്ടം തുടരുന്ന എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. ഏതായാലും പ്രതിഭാഗവും ഇതിൽ അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പെരിയ ഇരട്ട കൊലപാതക കേസിലൊരു വിധി ഉണ്ടാകുമ്പോഴും അതിന്റെ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല. അതൊരു പക്ഷേ ഹൈക്കോടതിയും കടന്ന് സുപ്രീം കോടതി വരെ നീണ്ടു പോയേക്കാം. അത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഇന്ന് നേതാക്കളുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായത്. എന്തായാലും എല്ലാവരും ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരവരുടെ വീടുകളിലേക്ക്, സത്യനാരായൺ ഉൾപ്പെടെ, കൃപേഷിന്റെ അമ്മ ഉൾപ്പെടെ അവരുടെ വീടുകളിലേക്ക് പോയി. കാരണം അവർ അത്രത്തോളം കരഞ്ഞ് തളരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പുഷ്പങ്ങൾ ആ സ്മൃതി മണ്ഡപത്തിൽ ഇവരുടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിന് അലമുറി ഇടുന്ന കരയുന്ന ആ രംഗങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇനി ഇതിന്റെ തുടർ നിയമ പോരാട്ടങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും ഒപ്പം KC വേണുഗോപാൽ നാളെ ജില്ലയിലെത്തുന്നുണ്ട്. ഇവരുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ, കുടുംബത്തിനെ കാണാൻ വേണ്ടി KC വേണുഗോപാൽ നാളെ ഈ കുടുംബം വരുന്നുണ്ട്. എന്തായാലും ഈ നിയമ പോരാട്ടം ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. 2019 ഫെബ്രുവരി 17 ആ ദിവസം, ആ 7:45 എന്ന് പറയുന്ന ദിവസം 2 പേർ കൊല്ലപ്പെട്ടെന്ന വാർത്ത അറിഞ്ഞാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ മാധ്യമം റിപ്പോർട്ട് ചെയ്യാനെത്തിയത്. ആ സമയത്ത് ആ ഒരു കാഴ്ച ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. അത്രത്തോളം വലിയ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ കൃപേഷ് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വഴിയിൽ കിടന്ന് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 പേർ ആ ഒരു ദിവസം തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് വലിയ തോതിൽ സംഘർഷം ഉണ്ടായ ഒരു പ്രദേശം. നേരത്തെ ഒരുപാട് CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. CPM നേരെ കടകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. സൂചിപ്പിച്ചതുപോലെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ പെരിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് കാവൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൾ ഇവർ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം CPM-ന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരുന്നു. മാത്രമല്ല എറണാകുളം CPM-ന്റെ ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞത് ഇവർ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്, ഇവരെ പാർട്ടി നേതാക്കളെ തള്ളിപ്പറയില്ല, ഒരു കാരണവശാലും തള്ളിപ്പറയില്ല, അപ്പീൽ നൽകുമെന്ന് പറയുന്നു. പ്രതിഭാഗത്തിന്റെ നിലപാടത് തന്നെയാണ്. ഈ വിധിക്ക് ശേഷം, ശിക്ഷാവിധിക്ക് ശേഷം CPM-ന്റെ പ്രതികരണം, കാസർഗോഡ് ജില്ലയിലെ CPM നേതാക്കളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പോലീസിന്റെ കനത്ത സുരക്ഷയിൽ തന്നെയാണോ ഈ പെരിയ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ? ഈ കാര്യത്തിൽ CPM നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ശിക്ഷ ഇത് ഏറ്റവും അവസാനത്തെ ശിക്ഷയല്ല, അത് ഇനി തുടർ പോരാട്ടങ്ങളിലേക്ക്, നിയമ നടപടിയിലേക്ക് പോകുമെന്ന് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് KB കുഞ്ഞിരാമൻ മുൻ MLA ഉൾപ്പെടെ K മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റക്കാരല്ല എന്ന തരത്തിൽ തന്നെയാണ് ഇവർ നിലപാടെടുത്തത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം 2-3 വർഷം മാത്രം ശിക്ഷിക്കപ്പെടുമെന്നായിരുന്നു അവർ കരുതിയിരുന്നെങ്കിൽ 5 വർഷത്തെ തടവാണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് CPM ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ വിധി പകർപ്പ് മുഴുവനായി കിട്ടിയതിന് ശേഷം ഇത് സംബന്ധിച്ച് പ്രതികരിക്കാമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ ഈ 1 മുതൽ 7 വരെയുള്ള പ്രതികളെ കാര്യത്തിലല്ല, അതിനുശേഷം CBI വന്നതിന് ശേഷം ഇത്തരത്തിൽ
അറസ്റ്റിലായവരെ കുറിച്ചാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുള്ളത്. അത് സജീവമായി CPM-ന്റെ മുഖം എന്ന് പറയാവുന്ന സജീവമായി CPM-ൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം KV കുഞ്ഞിരാമൻ മുൻ MLA നല്ലൊരു സംഘാടകരും CPM-ന്റെ കരുത്തനായ പോരാളിയും കൂടിയാണ്. ഒരു പക്ഷേ അടുത്ത ജില്ലാ സെക്രട്ടറി സ്ഥാനം വരെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ K മണികണ്ഠൻ ഇനി അടുത്ത് ഉദുമയിൽ നിയമസഭാ മത്സരത്തിൽ സീറ്റിൽ മത്സരിക്കേണ്ട ഒരു അത്രത്തോളം സാധ്യതയുള്ളവരായിരുന്നു. അവർക്കാണ് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അവർക്ക് വേണ്ടി CPM ഏതറ്റം വരെയും പോകും എന്ന നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നു. ആ രീതിയിൽ തന്നെ CPM പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഏതായാലും വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിലൊരു പ്രതികരണം ഉണ്ടാവുക. അത്തരത്തിലാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ടോം. യെസ്, KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ബൈജു, എന്തായാലും CPM-ന്റെ നിലപാടാണ്, പ്രതിഭാഗത്തിന്റെ നിലപാടാണ്, അപ്പീൽ നൽകാനുള്ള നീക്കത്തിലേക്ക് പോകുന്നു. KC വേണുഗോപാൽ, AICC കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നാളെ അവിടെ എത്തുന്നുണ്ട്, കാസർഗോഡ് ജില്ലയിൽ എത്തുന്നുണ്ട്. ഈ പെരിയയില് ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിലെത്തിയ കുടുംബാംഗങ്ങളെ കാണുന്നുണ്ട്. നവമി ദിനേശ് കൂടിയും ചേരുന്നു. നവമി, അല്പസമയത്തിനകം പ്രതികളെ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നു. ഇതോടൊപ്പം ഈ വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അതിനകത്ത് ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് നൽകുന്ന ഒരു താക്കീത് എന്ന രീതിയിലുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ കേരളത്തിലെ ഈ അക്രമ രാഷ്ട്രീയത്തിലേക്ക് ഒരു അറുതി വരുന്നുവെന്ന് പ്രതീക്ഷിക്കാം. കാരണം നമുക്കറിയാം, ഇതുപോലുള്ള പല കേസുകളിലും CPM മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും പ്രതികളായിട്ടുള്ള നിരവധി അക്രമ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഇതിലൂടെ, കാരണം നമുക്കറിയാം, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിക്ക് കൊടിസുനിക്ക് പരോൾ നൽകുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. പാർട്ടി നേതൃത്വം തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം. ഇതുകൊണ്ടൊക്കെ ഈ അക്രമനഷ്ടത്തിന് അറുതി വരുന്നത് പ്രതീക്ഷിക്കാമെന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കണം, അങ്ങനെ ഉണ്ടാവട്ടെ. ഈ ഓരോ വിധികളും വരുമ്പോഴും ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയം, ഈ അക്രമം, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കുടുംബം, ഇപ്പോൾ ഈ കൃപേഷിന്റെയും ശരത്ലാലിനെയും എടുത്താൽ തന്നെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ ഈ ഒരു വിധിക്കൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ജീവിതം മുഴുവനുമുള്ള വേദനയാണ് അവരുടെ മക്കള്. അത്രയേറെ പ്രിയപ്പെട്ട 2 മക്കളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ താങ്ങും തണലും സ്വപ്നവുമായിരുന്ന 2 പേരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ നിരവധി അച്ഛനമ്മമാർ ഇപ്പോഴും കരഞ്ഞും നിലവിളിച്ചും നിയമത്തിന് പിന്നിലും നിയമ പോരാട്ടത്തിലും ഒക്കെ ഇറങ്ങി നടക്കുന്നതാണ് നമുക്ക് മുന്നിലുള്ളത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയങ്ങൾ അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇത് രാഷ്ട്രീയത്തെ ആ രീതിയിൽ കാണാതെ ആയുധം കയ്യിലെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു നിമിഷത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും, പക്ഷേ പിന്നീട് ഒരു തീരാ ദുഃഖമായി, ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുടെ തീരാ ദുഃഖമായി മാറുന്നതാണ് ഈ കൃപേഷും ശരത്ലാലിനെയും പോലുള്ള നിരവധി മക്കൾ നമുക്ക് മുന്നിലും. ഈ കൊടിസുനിക്ക് പരോള് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ, വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ കണ്ടതാണ് കേട്ടോ, കൊടിസുനി മറ്റൊരു കേസിലുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ എത്രയോ കേസുകളിലെ പ്രതിയായിട്ടുള്ള കൊടിസുനിയെ പോലുള്ളവരൊക്കെ വീണ്ടും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കുട പിടിക്കുന്ന, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് നമ്മുടെ സർക്കാരിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പോലുള്ള ചെറുപ്പക്കാരുടെ അച്ഛനും അമ്മയും ഒക്കെ നിലവിളിച്ച് കോടതിക്ക് മുന്നിൽ നിന്നുമൊക്കെ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പാർട്ടി നേതൃത്വം ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നു. ഇവിടെ തന്നെ ഇന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി, CPM എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ അവരെ തള്ളിപ്പറയില്ലെന്ന്. കാരണം ഇവർ കൊലയാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയതാണ്. ഈ കോടതി വിധിയെ പോലും അവർ അംഗീകരിക്കുക. അവർ പറയും ഞങ്ങൾ ഈ വിധി അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ മേൽക്കോടതിയെ പോകുമെന്ന് പറയുന്നു. അവർ ഞങ്ങളുടെ നേതാക്കളാണെന്ന് പറയുന്നു. ഏത് കൊലയാളിയാണേലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഈ കേരളത്തെ വീണ്ടും കലാപഭൂമിയാക്കി മാറ്റുന്നത്. തീർച്ചയായും ഇതിൽ നമുക്കറിയാം, ഈ കേസിൽ മാത്രം നമുക്ക് എടുത്തു നോക്കിയാൽ സുപ്രീം കോടതിയിൽ വരെ സർക്കാർ കോടികൾ മുടക്കി CBI അന്വേഷണത്തെ എതിർത്തു പോകുന്ന സാഹചര്യം കണ്ടു. അപ്പോഴും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും
മാതാപിതാക്കൾ കരഞ്ഞും നിലവിളിച്ചും സർക്കാരിനോട് അപേക്ഷിച്ചും ഞങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തിയ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെയാണ് ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതകൾക്കൊപ്പം നിൽക്കേണ്ട ഒരു സർക്കാരാണ് ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ കാശ് മുടക്കി പ്രതികൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് വരെ പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും CPM ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇതിനോടകം തന്നെ അവർ അത് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഈ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബവും അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കും. അവർക്ക് ഈ ഇരട്ട ജീവപര്യന്തത്തോട് അവർക്ക് ഒട്ടും യോജിപ്പില്ല. അവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നൊരാവശ്യമാണ് അവരും ഉന്നയിക്കുന്നത്. പ്രതിഭാഗം ഉടനീളം ബാധിച്ചത് ഇതൊരു അപൂർവമായ കേസല്ല. പക്ഷെ കോടതി പറയുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഭാഗമായി 2 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കോടതിയും പറയുന്നത്. പക്ഷേ ഈ പ്രതിഭാഗം പോലും ഇത്രയും അവസാന നിമിഷം വരെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് വേണമെന്ന രീതിയിലൊക്കെ വാദിക്കുകയും ചെയ്തു. പക്ഷേ സമയം, അതായത് ഇന്ന് രാവിലെ 11 മണിക്ക് ഈ കേസിൽ വിധി പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചിരുന്ന കാര്യം. പക്ഷെ അവസാന സമയം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ ശിക്ഷയിന്മേലൊരു വാദം ആവശ്യപ്പെടുന്നു, ശിക്ഷയിന്മേൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നു KV കുഞ്ഞിരാമനാണെന്ന് തോന്നുന്നു അല്ലെ, ഈ തനിക്ക് പ്രായം ചെന്ന അമ്മയുണ്ട്, അമ്മയെ നോക്കണമെന്ന് പറയുന്നു. മറ്റ് പ്രതികളൊക്കെ സമാനമായ രീതിയിലുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നുവല്ലോ. അത്തരമൊരു നീക്കം, ഒരു നാടകീയമായ നീക്കം ഉണ്ടായതിന് പിന്നിൽ എന്തായിരിക്കാം? രാവിലെ 11 മണിയോട് കൂടി തന്നെയാണ് ഈ പിരിയ കേസിന്റെ വിധി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് അവസാന നിമിഷം കോടതി തുടങ്ങുന്നതിന് മുൻപാണ് ഈ പ്രതിഭാഗം ഈ ശിക്ഷയിന്മേലൊരു വാദം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ പറയുന്നത് കുടുംബങ്ങളുടെ പ്രാരാബ്ദം. ഈ KV കുഞ്ഞിരാമന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം കിടക്കുന്ന ഒരു അമ്മയുണ്ട്, ആ അമ്മയെ നോക്കണം, മറ്റ് പ്രാരാബ്ദങ്ങളുണ്ട്. അതുപോലെ ഈ കേസിലെ തന്നെ 15ാം പ്രതിയായിട്ടുള്ള വിഷ്ണു സുര 18ാം വയസ്സിൽ ജയിലിൽ കയറിയ വ്യക്തിയാണ്. ഇത്രയും നാളായിട്ട് കുടുംബത്തെ ആരെയും കണ്ടില്ല, തനിക്ക് പട്ടാളക്കാരനാകണമെന്നാണ് ആഗ്രഹം, അതോടൊപ്പം തനിക്ക് ഡിഗ്രി പൂർത്തിയാക്കണം, ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഇവർ കോടതിയിൽ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. കോടതി എന്തായാലും ഇതെല്ലാം കേട്ടു. അതിൽ ഒരു പ്രതി പറഞ്ഞത് തനിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന് ചോദിച്ചു മേടിക്കുന്ന ഒരു പ്രതിയെ നമ്മൾ ഈ കോടതിയിൽ കണ്ടു. അങ്ങനെ പിന്നെ വളരെ കരഞ്ഞു നിലവിളിച്ച് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ കരഞ്ഞു നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ പ്രതികളെയും നമ്മൾ ഈ കോടതിയിൽ കണ്ടതാണ്. പക്ഷേ ഒരു നിമിഷത്തിൽ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു, കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ശിക്ഷ വരുമെന്നും പ്രതികൾ അത്തരമൊരു വധശിക്ഷ ഭയന്നിരുന്നു. കാരണം ഈ രീതിയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ച. പ്രതികൾ തന്നെ പൊട്ടിക്കരയുന്നു. അവർക്ക് അവസാന സമയം അവർ ആവശ്യപ്പെടും, അവർക്ക് ഒരു മനപരിവർത്തനത്തിനുള്ള ഒരു സമയം, ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കണമെന്ന് പറയുന്നു. ഒരു വധശിക്ഷ വിധിക്കുമെന്ന് അവർ ആശങ്കപ്പെട്ടിരുന്നു കാണുമോ? തീർച്ചയായും ഉണ്ടാവും. കാരണം ഇതിലെ ഈ KV കുഞ്ഞിരാമന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. കേസിലെ 20ാം പ്രതിയാണ്. ഒരിക്കൽ പോലും ഇതിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളല്ല. 2ാമത്തെ പ്രതിയെ പുറത്തിറക്കി എന്നുള്ള, അതായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ജീപ്പിൽ നിന്നും പുറത്തിറക്കി വലിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതായിരുന്നു KV കുഞ്ഞിരാമനെതിരായിട്ടുള്ള ആരോപണം, എന്നതായിരുന്നു കുറ്റം CBI കണ്ടെത്തിയത്. അതിൽ പോലും വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ ഇത്ര ഒരു ശിക്ഷ ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ ഒരു 5 വർഷം തടവ് ലഭിക്കുമെന്ന് കുഞ്ഞിരാമനും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ജാമ്യത്തിൽ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ഒരു ഇളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ KV കുഞ്ഞിരാമനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു. ഉടനെ ജയിലിലേക്ക് പോകണം. മറ്റ് പ്രതികളും ഈ 18ാം വയസ്സിലൊക്കെ ജയിലിൽ കയറിയ ഒരു പ്രതിയാണ് വിഷ്ണുവിന്റെ ഇനിയും ജീവിതം മുന്നോട്ട് ബാക്കിയുണ്ട്. ഇതിലൊക്കെ ഒരു നിമിഷത്തിൽ ഇത് ചെയ്തു പോകുമ്പോൾ, അല്ലെങ്കിൽ കൃപേഷിനും ശരത്ലാലും ഒക്കെ 21, 23 വയസ്സുള്ള 2 ചെറുപ്പക്കാരായിരുന്നു. അവർക്കും ഇതുപോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് അന്ന് ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഈ കോടതിയിൽ വന്നിരുന്ന് കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ചെറുപ്പക്കാരുടെ ജീവിതമാണ് രാഷ്ട്രീയ കൊലപാതകത്തിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിൽ പൊലിഞ്ഞില്ലാതാകുന്നത്. അവിടെ പ്രതികൾ തങ്ങളുടെ പ്രായം പരിഗണിക്കണം, തങ്ങൾക്ക് കുടുംബമുണ്ട് എന്ന വൈകാരികമായിട്ടുള്ള പ്രതികരണം 2 ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിച്ച ശേഷം നടത്തുക, 2 കുടുംബങ്ങളെ അനാഥരാക്കിയ ശേഷം നടത്തുക, അതൊരു കാരണവശാലും കോടതി അത്തരമൊരു വിധി, അവരുടെ വാദങ്ങൾ അംഗീകരിച്ചില്ല. അതിനുശേഷമാണ് പ്രതികളുടെ വാദം കൂടി, അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. KV ബൈജുവിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി പോവുകയാണ്. ബൈജു, ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കത്തിൽ പോലീസ് അന്വേഷിക്കുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് വരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ പീതാംബരനെ, കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള പീതാംബരനെ അറസ്റ്റ് ചെയ്ത അന്നു മുതൽ
CPM ഭയപ്പെട്ടതാണ് അവരിലേക്ക് പ്രധാനപ്പെട്ട പല നേതാക്കളിലേക്കും ഈ കേസിന്റെ അന്വേഷണം എത്തുമെന്ന്. പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മന്ദഗതിയിലാകുന്നു. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. പിന്നീടാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഒന്ന് ഉണർന്നത്. 14 പേരെ പ്രതികളാക്കുന്നു. അതിവേഗത്തിൽ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. അത്തരം പല നാടകീയമായ നീക്കങ്ങളും ഈ പ്രതികളെ സംരക്ഷിക്കുന്ന വേണ്ടിയുള്ള കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളും അവിടെ ഉണ്ടായി എന്ന് കോൺഗ്രസും ആരോപിച്ചതാണ്. ഈ CBI വന്ന ശേഷം ഇത്തരം തങ്ങൾക്ക് നീതി കിട്ടുമെന്ന് കുടുംബവും കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും അടിയുറച്ച് വിശ്വസിച്ചിരുന്നോ? ബൈജു, തീർച്ചയായും ടോമെ, ആദ്യം ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചതിന് ശേഷം പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കുടുംബം വലിയ തോതിൽ അതൃപ്തിയുമായി രംഗത്ത് വന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം തെറ്റായ തെറ്റായ ദിശയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന വലിയ ആരോപണവുമായി വന്നു. ഇതേ തുടർന്നാണ് പിന്നീട് CBI അന്വേഷണം എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ അവിടെയും സർക്കാർ വലിയ പ്രതിരോധം ഇവർക്ക് സൃഷ്ടിച്ചു, CBI വരാതിരിക്കാൻ വേണ്ടി. CBI ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 14 പേരെ ഇത്തരത്തിൽ CBI പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പക്ഷെ ആ കുറ്റപത്രം റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഹൈക്കോടതിയിൽ നിന്നുമുണ്ടായി. അതിനുശേഷം ഈ CBI അന്വേഷണത്തിന് വിടുകയായിരുന്നു. പിന്നീടാണ് റിവിഷൻ ഹർജി സർക്കാർ കൊടുക്കുന്നത്. അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് ഈ കുറ്റപത്രം നിലനിർത്തുകയും പിന്നീട് CBI അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു. അതാണ് സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി. പിന്നീട് CBI വന്നതിന് ശേഷം അത് വലിയ തോതിൽ ഈ നേതാക്കളെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ചോദ്യം ചെയ്യലായി. ഏറ്റവും ഒടുവിൽ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നു. ഏതായാലും കുഞ്ഞിരാമനെ സൂചിപ്പിച്ചിടത്തോളം നേരത്തെ നവമി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിയെ പോലീസിൽ നിന്നും ബലമായി മോചിപ്പിച്ചെന്ന കുറ്റമാണ്. ഇതിൽ മണികണ്ഠൻ ഈ പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കി എന്ന ഒരു കുറ്റമാണ് മണികണ്ഠനെതിരെ ഉള്ളത്. എന്തായാലും ഇവരൊന്നും ഇത്തരത്തിൽ 5 വർഷം ശിക്ഷ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പക്ഷേ 2 or 3 വർഷത്തെ ശിക്ഷ എന്നായിരുന്നു അവർ കരുതിയതെങ്കിൽ അത് 5 വർഷത്തെ ശിക്ഷ CBI കോടതി നൽകി എന്നതാണ് ഇതിൽ CPM-നേറ്റ ഏറ്റവും വലിയ പ്രഹരം എന്ന് പറയേണ്ടി വരും. ഏതായാലും പീതാംബരൻ ഉൾപ്പെടെ ആദ്യത്തെ പ്രതികളെയൊക്കെ CPM തുടക്കത്തിൽ തന്നെ തള്ളി പറഞ്ഞതാണ്. കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു പക്ഷേ സർക്കാർ പലപ്പോഴും ആദ്യഘട്ടത്തിൽ ശ്രമിച്ചതുമാണ്. ഇതിനായി ഞാനിപ്പോഴും ഓർക്കുന്നു, ആ സമയത്ത് ഈ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ സർക്കാരിന്റെ പ്രതിനിധിയായി ഇവരുടെ കൃപേഷിനെയും ശരത്ലാലിനെയും വീട്ടിലേക്ക് എത്തിയിരുന്നു. അത്തരം ഒരു സാഹചര്യമൊക്കെ ഇത് തുടക്കകാലത്തുണ്ടായിരുന്നു. പിന്നീട് ഇത് നേതാക്കളാണ് ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം ഈ കുടുംബം ശക്തമായി ഉന്നയിച്ചതോടുകൂടിയാണ് ഇത് 2 തട്ടിലേക്ക് CPM-ഉം അതുപോലെ തന്നെ ഈ കുടുംബവുമായി അകലുന്നത്. പിന്നീട് ഇവർ തമ്മിൽ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് വലിയ അകൽച്ചയിലേക്ക് പോവുകയും പിന്നീട് ആ നേതാക്കൾ തന്നെയാണെന്ന് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് ഗൂഢാലോചന തന്നെയെന്ന് കുടുംബം കുറച്ച് പറഞ്ഞതോടുകൂടിയാണ് സർക്കാരും വലിയ പ്രതിരോധത്തിലായത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലായത്. ഏതായാലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ഈ കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലം. അതിന് തൊട്ടടുത്ത് ഏച്ചിലടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളുള്ളത്. ഇവിടെയൊക്കെ വലിയ തോതിൽ അക്രമം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ സംഘർഷവും നീണ്ട വർഷങ്ങളോളം വലിയ സംഘർഷ ഭൂമിക തന്നെയായിരുന്നു ഈ കല്യോട്ടും പരിസര പ്രദേശങ്ങളും. എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒരു വലിയ ഘടകവും ഈ തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഇന്ന് പെരിയയിൽ കണ്ടത്. കാരണം ഇപ്പോഴും കേരളത്തിന് ആ രാഷ്ട്രീയ കൊലപാതകം മറക്കാൻ കഴിയില്ല. ആ 2 ചെറുപ്പക്കാരുടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മുഖം നമ്മുടെ മനസ്സിലൊക്കെ എന്നും ഉണ്ടാകും. ഇത് പെരിയ ഇരട്ടക്കൊലപാതക കേസിന്റെ ഒരു അവശേഷിപ്പാണ്. ഈ വാഹനത്തിലെത്തിയാണ് ഈ പ്രതികൾ CPM പ്രവർത്തകർ ഉൾപ്പെടുന്ന 8-അംഗ സംഘം എത്തി ക്രൂരമായ കൊലപാതകം നടത്തിയത്. ഈ വാഹനത്തിൽ നിന്നാണ് ഇവർ പോലീസ് ഈ തെളിവുകൾ, ഈ മുഖ്യ പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തത്. ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് 2 ബൈക്കും ഒരു വാഹനവും ഒരു കാറും ഈ CBI കോടതിക്ക് മുൻപാകെയുണ്ട്. ഒരു പക്ഷേ നാളെ ഇതൊക്കെ തുരുമ്പെടുത്ത് ദ്രവിച്ചാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഈ രാഷ്ട്രീയ കൊലപാതകം, ഈ 2 ചെറുപ്പക്കാരുടെ മുഖം എന്നും നിലനിൽക്കും. ഈ ഒരു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകവും ഈ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ലെന്ന മുന്നറിയിപ്പാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.